എൻ്റെ കുട്ടി ഒരിടത്തും അടങ്ങിയിരിക്കുന്നില്ല സാറേ. എപ്പോഴും ഓട്ടവും ചാട്ടവുമാണ്. ഒരു കളിപ്പാട്ടം കൊടുത്താൽ 2 മിനിറ്റ് പോലും അതിൽ ശ്രദ്ധിക്കില്ല. ഇവൻ ഇനി ഹൈപ്പർ ആക്റ്റീവ്, അതായത് ADHD വല്ലതുമാണോ? ഇന്ന് എന്നെ വിളിക്കുന്ന 10ൽ 4 അമ്മമാരും ചോദിക്കുന്ന ചോദ്യമാണിത്. കുട്ടികളൊന്ന് കുറുമ്പ് കാണിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് അടങ്ങിയിരുന്നില്ലെങ്കിൽ ഉടനെ ഗൂഗിളിൽ നോക്കി ADHD ആണെന്ന് ഉറപ്പുവരുത്തുകയാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ കുട്ടിക്ക് ഈ ഓട്ടവും ചാട്ടവും അവരുടെ സ്വാഭാവികമായ വളർച്ചയുടെ ഭാഗമാണോ, അതായത് നോർമൽ എനർജിയുടെ ഭാഗമാണോ, അതോ ശരിക്കും ഡോക്ടറെ കാണിക്കേണ്ട അവസ്ഥയായ ADHD ആണോ എന്നാണ്. ആദ്യം തന്നെ ഒരു സയൻസ് മനസ്സിലാക്കുക. 1 വയസ്സിനും 4 വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ പ്രധാന ജോലി തന്നെ അനങ്ങുക എന്നാണ്. അവരുടെ തലച്ചോറ് വികസിക്കുന്നത് തന്നെ ശരീരത്തിൻ്റെ ചലനങ്ങളിലൂടെയാണ്, അതായത് മൂവ്മെൻറ്റ്സ് വഴി. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കുട്ടി എത്ര നേരം ഒരിടത്ത് അടങ്ങിയിരുന്ന് ഒരു കാര്യം ചെയ്യും എന്നതിന് ലോകമെമ്പാടുമുള്ള ചൈൽഡ് സൈക്കോളജിസ്റ്റുകൾ പറയുന്ന ഒരു സയൻറ്റിഫിക് കണക്കുണ്ട്. അതിങ്ങനെയാണ്: കുട്ടിയുടെ പ്രായം ഗുണം 2 അല്ലെങ്കിൽ 3 മിനിറ്റ്. അതായത് ഈ കണക്കിൻ്റെയും സയൻറ്റിഫിക് റിപ്പോർട്ടുകളുടെയും വെബ്സൈറ്റുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്നും വായിക്കാവുന്നതാണ്. അതായത് നിങ്ങളുടെ കുട്ടിക്ക് 3 വയസ്സാണെങ്കിൽ അവൻ വെറും 6 മുതൽ 9 മിനിറ്റ് മാത്രമേ ഒരു കളിപ്പാട്ടത്തിൽ ശ്രദ്ധിക്കൂ. അത് കഴിഞ്ഞാൽ അവർ അടുത്തതിലേക്ക് പോകും. ഇത് അസുഖമല്ല. അവരുടെ തലച്ചോറിൻ്റെ കപ്പാസിറ്റി അത്രയേ ഉള്ളൂ. നമ്മൾ മുതിർന്നവർ സീരിയൽ കാണുന്നത് പോലെ അവർ അരമണിക്കൂർ അടങ്ങിയിരിക്കണമെന്ന് നമ്മൾ വാശി പിടിക്കുന്നത് നമ്മുടെ മാത്രം തെറ്റാണ്. അങ്ങനെയെങ്കിൽ എന്താണ് യഥാർത്ഥ ADHD? ADHD എന്നത് വെറുമൊരു വികൃതിയല്ല, അതൊരു ന്യൂറോളജിക്കൽ അവസ്ഥയാണ്. തലച്ചോറിൻ്റെ വയറിങ്ങിലെ വ്യത്യാസമാണ്. ഇത് തിരിച്ചറിയാൻ പ്രധാനമായും 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1. എല്ലാ സ്ഥലത്തും ഒരേ രീതിയിലുള്ള പ്രശ്നമായിരിക്കും. സാധാരണ കുട്ടി വീട്ടിൽ വികൃതി കാണിച്ചാലും പുറത്തു പോകുമ്പോൾ പുതിയ ആളുകളെ കണ്ടാലോ കുറച്ചു നേരം അടങ്ങിയിരിക്കും. എന്നാൽ ADHD ഉള്ള കുട്ടി വീട്ടിലും സ്കൂളിലും സൂപ്പർ മാർക്കറ്റിലും ഒരുപോലെ ഹൈപ്പർ ആയിരിക്കും. അവർക്ക് അവരെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാമത്തേത്, അപകടം തിരിച്ചറിയാതിരിക്കുക. എത്ര തവണ പറഞ്ഞാലും പൊള്ളുന്ന സാധനങ്ങളിൽ പിടിക്കുക, ഉയരത്തിൽ നിന്നും ചാടുക തുടങ്ങിയ സ്വയം സുരക്ഷ ഒട്ടും നോക്കാതെയുള്ള എടുത്തുചാട്ടം എപ്പോഴും ഉണ്ടായിരിക്കും. മൂന്നാമത്തെ കാര്യം, ഉറക്കമില്ലായ്മ. സാധാരണ കുട്ടികൾ ഓടിച്ചാടി പിന്നീട് തളർന്നുറങ്ങും. എന്നാൽ ADHD ഉള്ള കുട്ടികൾ അവരുടെ തലച്ചോറിൻ്റെ മോട്ടോർ എപ്പോഴും ഓണായിരിക്കുന്നത് പോലെയാണ്. അവർക്ക് ഉറങ്ങാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നിങ്ങളുടെ കുട്ടിക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടെന്നും ശരിക്കും ADHD ആണെന്ന് നിങ്ങൾക്ക് സംശയം തോന്നുകയാണെങ്കിൽ സ്വന്തമായി ഒരു തീരുമാനത്തിൽ എത്തരുത്. നിങ്ങൾ ഗൂഗിൾ ചെയ്യുകയും ചെയ്യരുത്. നിങ്ങളുടെ ഡോക്ടറെയോ പീഡിയാട്രീഷ്യനെയോ കണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണിക്കുക. അതായത് RCI രജിസ്റ്റേർഡ് പ്രൊഫഷണലായ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കാണിക്കുക. അവരുടെ കൃത്യമായ അസസ്മെൻറ്റിലൂടെ മാത്രമേ ഇത് സ്ഥിരീകരിക്കാൻ പാടുള്ളൂ. നിങ്ങളുടെ കുട്ടിക്ക് ഇതിൽ ആദ്യത്തെ കാറ്റഗറി ആണെങ്കിൽ, അതായത് വെറും എനർജി കൂടുതലാണെങ്കിൽ, അവരെ അടക്കിയിരുത്താൻ ഫോൺ കൊടുക്കുന്നതിന് പകരം ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തേത്, ഹെവി വർക്ക്, ഭാരമുള്ള പണികൾ. കുട്ടിയുടെ എനർജി പുറത്ത് കളയാൻ ഏറ്റവും നല്ലത് അവർക്ക് ചെറിയ ചെറിയ പണികൾ കൊടുക്കുക എന്നതാണ്. ഉദാഹരണത്തിന്, വെള്ളം നിറച്ച ചെറിയ ബോട്ടിൽ ചുമക്കാൻ കൊടുക്കുക, അല്ലെങ്കിൽ കസേരകൾ തള്ളാൻ പറയുക. അവരുടെ പേശികൾക്ക് ബലം കൊടുക്കുന്ന ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് വഴി തലച്ചോർ പെട്ടെന്ന് ശാന്തമാകും. അല്ലെങ്കിൽ ഔട്ട്ഡോർ പ്ലേ, പുറത്ത് കളിക്കാൻ വിടുക. ഒരു ദിവസം ചുരുങ്ങിയത് 1-2 മണിക്കൂറെങ്കിലും പച്ച മണ്ണിൽ കുട്ടിയെ കളിക്കാൻ വിടുക. അവർ ഓടട്ടെ, മണ്ണിൽ കളിക്കട്ടെ. 4 ചുവരുകൾക്കുള്ളിൽ കുട്ടികളെ പൂട്ടിയിടുമ്പോഴാണ് അവർ കൂടുതൽ ഹൈപ്പർ ആകുന്നത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുട്ടികളാകുമ്പോൾ ഓടും, ചാടും, വീഴും, സാധനങ്ങൾ വലിച്ച് താഴെയിടും. ഇതൊക്കെയാണ് അവരുടെ പ്രായത്തിൻ്റെ ഏറ്റവും വലിയ ഭംഗി. അവർ ഒരു മൂലയിൽ മിണ്ടാതെ ഇരുന്നാൽ, ഒട്ടും അനങ്ങാതെ ഇരുന്നാൽ, അവിടെയാണ് നമ്മൾ ശരിക്കും പേടിക്കേണ്ടത്. അല്ലാതെ വീട് മുഴുവൻ ഓടി നടക്കുന്ന കുട്ടിയെ കണ്ട് രോഗിയാണെന്ന് മുദ്ര കുത്തരുത്. ആ എനർജിയെ ആഘോഷിക്കുക. നിങ്ങളുടെ വീട്ടിലെ കുറുമ്പനാര്, ഇനി അതല്ല കുറുമ്പിയാണോ നിങ്ങളുടെ വീടുകളിലുള്ളത്? അവർ കാണിക്കുന്ന ഏറ്റവും വലിയ വികൃതി എന്താണ്? താഴെ കമൻറ്റ് ചെയ്യാമോ? അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ഹാപ്പി പേരൻറ്റിങ്.